മലയാള സിനിമയെപ്പറ്റി എന്ത് ചോദിച്ചാലും സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ഒറ്റ ഉത്തരമേ ഉള്ളൂ: സിനിമാ കോൺക്ലേവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിനു ശേഷം മലയാള സിനിമയിൽ വിവാദങ്ങൾ പുകയുകയാണ്. ലൈംഗികാതിക്രമ ആരോപണങ്ങളും തുറന്നുപറച്ചിലുകളുമായി നിരവധി പേർ രംഗത്തെത്തിയിരിക്കുന്നു. പവർ ഗ്രൂപ്പും ലൈംഗിക അതിക്രമങ്ങളും വിവാദമാവുമ്പോഴും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാരും സിനിമാ പ്രവർത്തകരും. വീട്ടു ആരോപണങ്ങൾ തുടരുമ്പോഴും നടപടികൾ ഉണ്ടാവാത്തതിനെതിരെ സിനിമാ പ്രവർത്തകർ പ്രതികരിക്കുകയും ചെയ്യും. വേട്ടക്കാരായി തന്നെ കണ്ട് നടപടിയെടുക്കണമെന്ന് അമ്മ ഭാരവാഹി ജഗദീഷും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ ശക്തമായ നിലപാട് തുറന്നു പറയുന്നു. സിദ്ദിഖിന്റെയും രഞ്ജിത്തിന്റെയും രാജി സംഭവിച്ചു. മോഹൻലാൽ ഉൾപ്പെടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം രാജിവെച്ചിരിക്കുന്നു. എന്നാൽ ഇനിയും ഒട്ടേറെ പേർക്കെതിരെയുള്ള ആരോപണങ്ങളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നവംബറിൽ കോൺക്ലേവ് വരും, അതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വാദം. മുഖ്യമന്ത്രിയും ഇക്കാര്യം പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സിനിമാ കോൺക്ലേവ്? മലയാള സിനിമയെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കാൻ സർക്കാർ തയ്യാറാക്കിയ പരിപാടി. സാങ്കേതിക പ്രവർത്തകരുടെ ഡാറ്റാ ബാങ്ക്, മിനിമം വേതനം, തർക്കപരിഹാരത്തിന് ട്രിബ്യൂണൽ, അങ്ങനെ പലതും കോൺക്ലേവിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. മുമ്പ് അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അടൂർ കമ്മിറ്റി റിപ്പോർട്ടും ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും സിനിമാ മേഖലയ്ക്കായി നയം ഉണ്ടാക്കാനുമാണ് കോൺക്ലേവ് നടത്തുന്നത്. എന്നാൽ കോൺക്ലേവ് ശുദ്ധീകരിക്കുമോ? സിനിമാ കോൺക്ലേവ് കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പാർവതി തിരുവോത്ത് ചോദിച്ചത്. ഇതേ ചോദ്യമാണ് പലരുടെയും മനസ്സിലുള്ളത്. വേട്ടക്കാരെയും ഇരകളെയും ഒന്നിച്ചിരുത്തിയുള്ള കോൺക്ലേവ് ശരിയാവില്ലെന്ന നിലപാട് WCC അറിയിച്ചു കഴിഞ്ഞു. ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണിന്റെ നേതൃത്വത്തിൽ സർക്കാർ നയരൂപീകരണ സമിതിയും രൂപീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിൽ ആരോപിതനായ മുകേഷും അംഗമായതിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ദിവസേന ലൈംഗികാതിക്രമ പരാതികൾ ഉയരുമ്പോൾ, പവർ ഗ്രൂപ്പ് വിളയാട്ടം സിനിമയിൽ ശക്തമാണെന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള നയരൂപീകരണം വിജയം കാണുമോ? മലയാള സിനിമ ശുദ്ധീകരിക്കപ്പെടുമോ? കാത്തിരുന്ന് തന്നെ കാണണം.